ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാര്യം നമുക്ക് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു 4 കപ്പാസിറ്റി അതേപോലെ 4 വോളിയൂംസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഒത്തിരി MCQ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കുറച്ച് പോയിന്റ്സ് ഇവിടെ നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് MCQ വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ ഒരു മേഖലയും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒട്ടും സമയം കളയാനില്ല. അവസാന നിമിഷം വരെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരെ നിങ്ങൾ ക്ലാസ് കാണുക കേട്ടോ. ഉറപ്പായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ആണ്. പല ക്ലാസ്സുകളിൽ നമ്മൾ ഡയഫ്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ഥാനവും ഇതിൻ്റെ ഫംഗ്ഷനും എല്ലാം ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ബ്രീത്തിങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും ജനിച്ചിട്ട് മരിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 2 കാര്യങ്ങൾ അല്ലേ. നോർമലി ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കും എന്താണ് നമുക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്തേ മതിയാകത്തുള്ളൂ. എന്താണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ? നമുക്ക് നോക്കാം. ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ക്രിയേറ്റിംഗ് പ്രഷർ ഗ്രേഡിയന്റ്. എന്താണ് എക്സ്പിറേഷന്റെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രഷർ ഗ്രേഡിയന്റ്. എന്താ പ്രഷർ ഗ്രേഡിയന്റ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? അബ്സോർപ്ഷന്റെ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വ്യത്യാസം? ഗ്രേഡിയന്റ് വ്യത്യാസം. പ്രഷർ ഗ്രേഡിയന്റ് വ്യത്യാസം സൃഷ്ടിക്കുക പ്രഷറിൽ. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അകത്തേക്കും പുറത്തേക്കും എയറിന്റെ ഈ സഞ്ചാരം സംഭവിക്കത്തുള്ളൂ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യുന്നുണ്ട്. ഇത് ലങ്സ് വികസിക്കുന്നു, താന്നു പോകുന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അടഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തെ നമ്മളിങ്ങനെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനകത്തുള്ള പ്രഷർ കുറയും അല്ലേ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നോക്കാം, അറ്റ്മോസ്ഫിയറും ലങ്സും തമ്മിൽ പ്രഷർ ഗ്രേഡിയന്റ് സൃഷ്ടിക്കുന്നത് വഴിയാണ് എന്ത് അകത്തേക്കും പുറത്തേക്കുമുള്ള വായുവിന്റെ സഞ്ചാരം സാധ്യമാകുന്നത്. അപ്പോൾ നോക്കാം, ഇൻസ്പിറേഷൻ occurs if the pressure within the lungs ലങ്സിന്റെ ഉള്ളിലുള്ള പ്രഷർ നമ്മൾ ഇൻട്രാ പൾമണറി പ്രഷർ എന്ന് പറയും. എന്താണ് ഇൻട്രാ പൾമണറി പ്രഷർ? ഇൻട്രായും ഇന്ററും തമ്മിൽ നമുക്ക് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ഇൻട്രായും ഇന്ററും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. പല സ്ഥലത്തും നമുക്ക് ഈ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട്. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഉള്ളിലാണ്, ഇന്റർ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ്. അന്ന് ഓർത്ത് വയ്ക്കുക. ഇന്റർ സിറ്റി അല്ല, 2 സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രെയിനാണ് അല്ലേ. യെസ്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ എന്താണ് ഇൻട്രാ പൾമണറി പ്രഷർ? എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും എന്തായിരിക്കണം? കുറവായിരിക്കണം. എന്താണ്? ഇൻട്രാ പൾമണറി പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവായിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഉള്ളിലേക്ക് ശ്വാസം പിടിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നു? നോക്കോ. എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ നോർമൽ പൊസിഷനിൽ മുകളിലേക്ക് മടങ്ങിക്കാൻ ഡയഫ്രം താഴോട്ട് വരുന്നു. അതേപോലെ എൻ്റെ ഇന്റർകോസ്റ്റൽ മസിൽസ് എല്ലാം കൂടെ ഈ റിബ് കേജിനെ വലുതാക്കുന്നു, കുറച്ചൊന്ന് വികസിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സമയം അകത്തുള്ള പ്രഷർ കുറയുന്നു, എയർ നേരെ ഉള്ളിലേക്ക് പോകുന്നു. അതാണ് ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത് അല്ലേ. നോക്കാം, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എക്സ്പിറേഷൻ എങ്ങനെ? എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ് when the intrapulmonary pressure is higher than the atmospheric pressure. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? നോക്ക്, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വലുതാവുന്ന നമ്മുടെ ഈ ലങ്സ് റിബ് കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നേരെ പഴയ പൊസിഷനിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ ഡയഫ്രം നേരെ മുകളിലോട്ടങ്ങ് കയറി പോവാണ്, ഇത് നേരെ താഴെ വരാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ പുറത്തുള്ള പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും ഉള്ളിലുള്ള പ്രഷർ. അപ്പോൾ നോക്ക്, ഇങ്ങനെ വലിച്ചു ചെയ്യണം, വിട്ടു, ഉള്ളി പ്രഷർ കൂടി പുറത്ത് പോയി ഗ്യാസ്. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഡയഫ്രവും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്നാണ്. ഓക്കെ, പ്രധാനമായിട്ട് സഹായിക്കുന്ന ആരൊക്കെയാണ്? ഡയഫ്രം സഹായിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം അല്ലേ. ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഡയഫ്രം തന്നെയാണ്. അതിനോടൊപ്പം എന്താണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ആ മസിലിൻ്റെ പേര് മാറിപ്പോയി, ഇന്റർകോസ്റ്റൽ മസിൽ. എന്താണ് കോസ്റ്റേ എന്ന് പറഞ്ഞാൽ? കോസ്റ്റേ റിബ്സിന് പറയുന്നതാണ് കോസ്റ്റേ. അപ്പോൾ റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന മസിൽ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. റിബ്സിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന മസിൽ എന്ന് പറയുന്നത് ഇന്റർ, നേരത്തെ പറഞ്ഞ ഇന്റർ, ഇൻ ബിറ്റ്വീൻ റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന മസിൽ, അതാണ് ഇന്റർ കോസ്റ്റൽ മസിൽസ്. അപ്പോൾ അത് എക്സ്റ്റേണൽ മസിൽസും ഉണ്ട്, ഇന്റേണൽ മസിൽസും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്തിനെ റെസ്പിറേഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മസിൽസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇൻസ്പിറേഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം.
അതായത് ഡയഫ്രം താഴോട്ട് വരുന്നതിനാണ് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കും മുകളിലോട്ട് പോകുന്നത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കോൺട്രാക്ഷൻ, അങ്ങനെയല്ല, ഇങ്ങനെ വലിഞ്ഞ് താഴോട്ട് വരുന്നതിന് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പിറേഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം വിച്ച് ഇൻക്രീസസ് ദ വോളിയം ഓഫ് thoracic chamber and the anterior posterior axis. നോക്ക്, ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസ്, രണ്ട് ആക്സിസ് നമുക്കിവിടെ വരയ്ക്കാം. രണ്ട് ആക്സിസ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഡയഫ്രം ഇതിൻ്റെ thoracic ചേമ്പറിൻ്റെ വോളിയം വർദ്ധിപ്പിക്കുന്നത്. വോളിയം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും അല്ലേ? അത്രേ ഉള്ളൂ. നോക്കാം, ഇതാണ് ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് നോക്കോ, കണ്ടോ, ഡയഫ്രം ഇങ്ങോട്ട് വലിഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താണ്? വോളിയം ഇങ്ങനെ കൂടുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അതുപോലെ ദ കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ലിഫ്റ്റ് അപ്പ് ദ റിബ്സ് ആൻഡ് ദ സ്റ്റേർണം കോസിങ് ആൻ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് thoracic chamber in the ഡോസോ വെൻട്രൽ ആക്സിസ്. ഇത്രേ ഉള്ളൂ. എന്താ അതേത് ആക്സിസ് ആണ്? ഇതാണ് വെൻട്രൽ സൈഡ് അല്ലേ? ഇതാണ് ഡോസൽ സൈഡ് അല്ലേ? ഇത് വെൻട്രൽ സൈഡ്. ഇതോ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഉള്ളൊരു ആക്സിസിലല്ലേ, ഇങ്ങനെ ഒരു ആക്സിസിലല്ലേ വികാസം സംഭവിക്കുന്നത്? ഇതാണ് എന്താണ് ഡോർസോ വെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആക്സിസിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിൻ്റെ വികാസം സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഡയഫ്രത്തിന്റെ കോൺട്രാക്ഷൻ മൂലം ഏത് ആക്സിസിലാണ് നമ്മുടെ thoracic ചേമ്പറിന്റെ വോളിയം വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസിലാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് അല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ കോൺട്രാക്ഷൻ, അത് ഏത് ആക്സിലാണെന്ന് വെച്ചാൽ ഡോർസോ വെൻട്രൽ ആക്സിസ് ആണ്. ഇത് പോസ്റ്റീരിയർ, ഇത് ആൻറ്റീരിയർ, ഇതൊരു ആക്സിസ് അല്ലേ? ഇത് അതുപോലെ ഇതെന്താണ്? ഇത് വെൻട്രൽ, ഇത് ഡോസൽ, ഇങ്ങനെ ഒരു ആക്സിസ്. ഈ രണ്ട് കാര്യത്തിലുണ്ട്. യെസ്, ഇത്രയുള്ള കാര്യം. ഓക്കെ. അതുപോലെ ദ ഓവറാൾ ഇൻക്രീസ് ഇൻ ദ thoracic വോളിയം കോസസ് എ സിമിലർ ഇൻക്രീസ് ഇൻ പൾമോണറി വോളിയം. അതായത് നമ്മുടെ thoracic ക്യാവിറ്റിയുടെ വോളിയം വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും പൾമണറി വോളിയവും വർദ്ധിക്കും അല്ലേ? നോക്ക്, പൾമണറി വോളിയം വർദ്ധിച്ചു. അപ്പോൾ എന്താണ്? വോളിയം വർദ്ധിക്കുമ്പോൾ എന്താണ്? പ്രഷർ കുറയും അല്ലേ? ഇൻട്രാ പൾമണറി പ്രഷർ കുറയാൻ സാധ്യത കുറയുന്നുണ്ട്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത്. ഇത്രയുള്ള കാര്യം. വളരെ സിമ്പിളാണ്. ഒന്നും കൂടെ ഒന്ന് ഇരുത്തി പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ ഇന്നത്തെ യാതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഇതിനകത്ത് കേട്ടോ. ഇനി നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. എന്താണ്? റിലാക്സേഷൻ ഓഫ് ദ ഡയഫ്രം ആൻഡ് ദ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇത് രണ്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ വികസിച്ച് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അത് രണ്ട് റിലാക്സ് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെയൊന്നു കളഞ്ഞു, റിലാക്സ് ചെയ്തു. റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതെല്ലാം നേരെ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെയുള്ള വോളിയം കുറയും, പ്രഷർ കൂടും അല്ലേ? പ്രഷർ കൂടുമ്പോൾ നേരെ എയർ പുറത്തേക്ക് പോരും. ഇത്രയേ ഉള്ളൂ. എന്താണ്? റിലാക്സേഷൻ ഓഫ് ദ ഡയഫ്രം ആൻഡ് ദ ഇന്റർകോസ്റ്റൽ മസിൽസ് റിട്ടേൺസ് ദ ഡയഫ്രം ആൻഡ് ദ സ്റ്റേർണം ടു ദർ നോർമൽ പൊസിഷൻസ് ആൻഡ് റെഡ്യൂസ് ദ thoracic വോളിയം ആൻഡ് thereby പൾമണറി വോളിയം. ഇത് എന്തിലേക്ക് നയിക്കും? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻട്രാ പൾമണറി പ്രഷർ ടു സ്ലൈറ്റ്ലി എബോവ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അതായത് ഒരുപാട് ഭയങ്കര പ്രഷർ വ്യത്യാസമൊന്നുമല്ല കേട്ടോ. ഒരുപാട് പ്രഷർ വ്യത്യാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഇഷ്യൂസാണ്. അപ്പോൾ അതുകൊണ്ടാണ് പർവ്വതാരോഹകരെല്ലാം ഓക്സിജൻ മാസ്ക് എല്ലാം കൊണ്ടുപോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്കത് അവിടെ ചെന്നാൽ ഒരുപാട് പ്രഷർ കുറവായിരിക്കും. ഒരുപാട് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ പ്രഷർ നമ്മൾ ശരിക്കും ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇത് കൂടിയാലും കുറഞ്ഞാലൊക്കെ നമുക്ക് വിഷയമാണ്, ചത്തുപോകും കേട്ടോ. അപ്പോൾ അത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, ചെറിയ ഒരു വ്യത്യാസം ആണ് ആ പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നോക്കാം ഇനി. അപ്പോൾ എക്സ്പിറേഷനും ഇൻസ്പിറേഷനും എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് സഹായിക്കുന്നത്? ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസും അല്ലേ? ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യുമ്പോൾ പൾമണറി വോളിയം വർദ്ധിക്കുന്നു, ഇങ്ങനെ വലിഞ്ഞു വരുന്നു. അപ്പോൾ എയർ ഉള്ളിലേക്ക് പോകുന്നു. അത് റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എയർ പുറത്തേക്ക് പോകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നമ്മൾ അല്ലേ? അതുപോലെ വി ഹാവ് ദ എബിലിറ്റി ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡീഷണൽ മസിൽസ് ഇൻ ദ അബ്ഡോമൻ. അപ്പോൾ നമുക്ക് അബ്ഡോമിനൽ മസിൽസ് നോക്കുക. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ അറിയപ്പോലാണ് നമ്മളിങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ഞാൻ ശ്വസിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പക്ഷെ നമുക്ക് കാണിക്കണം, ഇങ്ങനെ കാണിക്കണം, എന്നിട്ട് ഇങ്ങനെ കാണിക്കണം അല്ലേ? ഇത്രയും മൂവ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ ഫോഴ്സ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോഴ്സ്ഫുള്ളായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ്റെയും എക്സ്പിറേഷനെയും വർദ്ധിപ്പിക്കാൻ പറ്റും, അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. അതിന് സഹായിക്കുന്ന പ്രധാനമായിട്ടും അബ്ഡോമിനിൽ കാണപ്പെടുന്ന അഡീഷണൽ മസിൽസാണ് സഹായിക്കുന്നത്. ഓക്കെ, ഓൺ ആൻ ആവറേജ് നോക്കാം, ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ് അഡൽട്ട് ആകുമ്പോഴത്തേക്കും 12 മുതൽ 16 പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യുന്നത്. ഇത് മറന്നു പോകരുത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും നീറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 12 മുതൽ 16 ടൈംസ് പെർ മിനിറ്റ് നമ്മളുടെ റെസ്പിറേറ്ററി റേറ്റാണ്.
എത്രയാണ്? 12 മുതൽ 16 ടൈംസ് പെർ മിനിറ്റ്. ഇത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. നോക്കാം. ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് മൂവ്മെന്റ്സ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് എ സ്പൈറോമീറ്റർ. സ്പൈറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വോളിയം അല്ലേ? വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് മൂവ്മെന്റ്സ്. അതായത് നമ്മുടെ ലങ്സിന്റെ പല പല വിവിധ കപ്പാസിറ്റി, ആ കപ്പാസിറ്റികൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സ്പൈറോമീറ്റർ. ഓക്കെ, എന്താണ്? വിച്ച് ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻസ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ? സ്പൈറോമീറ്റർ എന്ന് പറയുന്ന സാധനം. ഈ 2 പോയിന്റ് നിങ്ങളൊരു കാരണവശാലും വിട്ടുപോകരുത്. ഇത്രയും നോട്ട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. എന്താണ് ഇന്റർകോസ്റ്റൽ മസിൽ? ഡയഫ്രം. കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും വികസിക്കുന്നു, എയർ ഉള്ളിലേക്ക് പോകുന്നു. റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും നേരെ അകത്തോട്ട് പോകുന്നു, എയർ അവിടെ പ്രഷർ കൂടുന്നു, എയർ പുറത്തേക്ക് പോകുന്നു. 12 മുതൽ 16 പ്രാവശ്യമാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ആവറേജ് ആയിട്ട് 1 മിനിറ്റിൽ ബ്രീത്ത് ചെയ്യുന്നത്. സ്പൈറോമീറ്ററാണ് നമ്മുടെ പൾമണറി ഫംഗ്ഷൻ എല്ലാം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. നോക്കാം. റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ഗ്രാഫാണ്. കഥ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാഫ് നിങ്ങൾ വരച്ച് സൂക്ഷിക്കണം, സംശയം ഉണ്ടാകരുത്. വരയ്ക്കണം കേട്ടോ. ഗ്രാഫ് വരച്ച് എവിടെയും ഒട്ടിച്ച് വെക്കണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈഡൽ വോളിയം. എന്താ ടൈഡൽ വോളിയം? എന്താണ് ടൈഡ്? തിരമാല അല്ലേ? ഇതിനകത്ത് നിങ്ങൾ ഒരു തിരമാല കണ്ടിട്ടുണ്ട്. തിരമാല ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൈക്കും ഒരു ഡെപ്തും കണ്ടിട്ടുണ്ട് അല്ലേ? ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുക. ടൈഡൽ വോളിയം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോർമൽ ലൈഫിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ചെയ്യുന്നുണ്ട്. എന്നാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കാം. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. വലിയ അലങ്കാരമൊന്നുമില്ല. അത് അപ്രോക്സിമേറ്റ്ലി 500 മില്ലിയാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹെൽത്തി മാൻ എത്ര? 12 മുതൽ 16 എന്ന് പറഞ്ഞല്ലേ? 12 × 500 എത്രയുടെ? 6000 അല്ലേ? 6000 അല്ലേ? ഇത് 500 മില്ലിയാണ്, മില്ലി ലിറ്ററിലാണ് ഇതിൻ്റെ വോളിയം പറഞ്ഞിരിക്കുന്നത്. 12 × 500 6000 അല്ലേ? 16 × 500 എത്ര? 8000. അപ്പോൾ നോക്കാം, 1 മിനിറ്റിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മനുഷ്യൻ 6000 മുതൽ 8000 മില്ലി ലിറ്റർ ഓഫ് എയർ റെസ്പയർ ചെയ്യുന്നു. അതായത് 6 മുതൽ 8 ലിറ്റർ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെയാണ്. അപ്പോൾ ടൈഡൽ വോളിയം നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല. ഇതാണ് ടൈഡൽ വോളിയം. ഇതാണ് ടൈഡൽ വോളിയം. ഇത്രയേ ഉള്ളൂ. ഞാൻ റെഡ് എടുക്കാം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? ഇതാണ് ടൈഡൽ വോളിയം. ഇത്രയും ഭാഗമാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സംശയമില്ല. അത് എത്രയാണ്? 500 ml ആണ് അല്ലേ? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ml ആണ്. ഇതവിടെ ഇരിക്കട്ടെ അല്ലേ? ഇനി വരുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? അപ്പോൾ അതെന്താ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ നിൽക്കുന്നു. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ശ്രദ്ധിക്കുക. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അഡീഷണൽ ആണ്. അപ്പോൾ ദാറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് എന്ത്? ടൈഡൽ വോളിയം. ഞാനിങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു 500 ml ഞാൻ ഉള്ളിലോട്ട് വലിച്ചു, 500 ml പുറത്തോട്ടും കളഞ്ഞു അല്ലേ? അതാണ് സംഭവിക്കുക. 500 ml വലിച്ച് 500 ml കളയും. അപ്പോൾ 500 ml കളഞ്ഞ ശേഷം ഒറ്റ വലി വലിച്ചു. ദാറ്റ് ഇൻക്ലൂഡ്സ്, ഞാൻ നേരത്തെ വലിച്ച 500 ml ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ അധികം ഞാൻ വലിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? യെസ്, അത് തന്നെയാണ് വരുന്നത്. അത് 2500 മുതൽ 3000 ml വരെ വരാം. ഇത് ഈ പറയുന്ന സംഭവം ഇതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. 2500 മുതൽ ഇവിടെ എഴുതാം 3000 ml വരെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെന്താണ് ടൈഡൽ വോളിയം? 500 ml. 2500 മുതൽ 3000 ml വരെ അല്ലേ? എന്താ വരുന്നത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ദിസ് ആവറേജസ് അബൌട്ട് 2500 മുതൽ 3000 ml വരെ വരാം. ഓക്കെയാണ് അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ സാധാരണ ഉള്ളിലോട്ടും പുറത്തോട്ടും കളയുന്ന 500 ml, അതിനോടൊപ്പം ഞാൻ വെറുതെ ചെയ്യുന്നു വലിച്ചു കയറ്റി. അപ്പോൾ എത്ര കയറി കാണും? 2500 കയറിയെങ്കിൽ ഈ 500 കൂട്ടി 3000 കയറണം അല്ലേ? യെസ്. അതുപോലെ 3000 കയറിയെങ്കിൽ ഈ 500 കൂട്ടി എത്ര കയറും? 3500 കയറും. ദാറ്റ്സ് അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 500 ഇല്ലാതെ തന്നെ ഇത്രയും ഭാഗമാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെയാണ്.
ഓക്കെ അല്ലേ? ഇനി എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോക്കാം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ശ്രദ്ധിക്കുക, എന്താണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം? അപ്പോൾ നോക്കുക, ഇത് ടൈഡൽ വോളിയമാണ്, ഇത് രണ്ടും റിസർവ് വോളിയങ്ങളാണ് കണ്ടോ. ഇതെല്ലാം രണ്ട് റിസർവ് വോളിയങ്ങളാണ് കേട്ടോ, ഇത് രണ്ട് റിസർവ് വോളിയമാണ്. അപ്പോൾ ഇതെന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ഇത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുന്നു, അങ്ങനെ നിന്നിട്ട് അപ്പോൾ ഞാൻ ഒരു നോർമലി ഒരു 500 ml വലിച്ചു വെച്ചു. എന്നിട്ടാണ് മാക്സിമം പുറത്തോട്ട് വിട്ടു. അതെത്രയെന്നാണ് ചോദ്യം. അതെത്ര? 1000 മുതൽ 1100 മില്ലി കേട്ടോ. എന്താണ് 1000 മുതൽ 1100 ml ആണ് വരുന്നത്. അതാണ് ഈ വരുന്നത്. ഇത് 1000 മുതൽ 1100 ml വരും കേട്ടോ. ഇത്രയും ഭാഗം ഏതാണ്? ഇത്രയും ഭാഗം. അപ്പോൾ ടൈഡൽ വോളിയം 500 ml, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അഡീഷണൽ ആയിട്ട് വലിക്കാൻ പറ്റുന്നത് 2500 മുതൽ 3000 ml. അതുപോലെ ടൈഡൽ വോളിയം ഒരു നമുക്ക് എക്സ്പിറേറ്ററി റിസർവ് മാക്സിമം പുറത്ത് കളയാൻ പറ്റുന്ന എത്രയാണ്? 1000 മുതൽ 1000 മാക്സിമം പുറത്ത് കളയാൻ പറ്റുന്ന 1000 മുതൽ 1100 അല്ലേ? ഒരു അതാണ് അവിടെ ഇത് കൂട്ടിയിട്ടില്ല. എന്താണ് 500 ml ടൈഡൽ വോളിയം കൂട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഫുള്ള് കളയുന്നത് എന്തല്ല, ഈ 1000 മുതൽ 1100 അല്ല, കാരണം ഇതും കൂടെ അതിനകത്ത് ഉൾപ്പെടും അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമായി, എക്സ്പിറേറ്ററി റിസർവ് വോളിയമായി. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നമ്മൾ നോർമൽ വണ്ടി ഓടാൻ ആവശ്യമായിട്ടുള്ള 500 ml പെട്രോൾ. ഇതെന്താണ്? നമ്മുടെ റിസർവ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ വലിച്ച് അടിക്കാൻ പറ്റുന്ന പെട്രോളാണ് 2500 മുതൽ 3000 ml. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം പുറത്ത് കളയാൻ പറ്റുന്ന പെട്രോൾ എത്ര? അഡീഷണൽ എക്സ്പിറേറ്ററി റിസർവ് പെട്രോൾ എത്ര? 1000 മുതൽ 1200 ml കേട്ടോ. ഇത് വരച്ച് എഴുതി വെക്കണം നിങ്ങൾ. അതേപോലെ റെസിഡ്യൂവൽ വോളിയം എന്നാണ് സാധനങ്ങളുണ്ട്. ഇനി റെസിഡ്യൂവൽ വോളിയം അപ്പോൾ എന്താണ്? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. അതായത് നമ്മൾ ഫുള്ള് എയർ നമ്മൾ പുറത്ത് കളയാൻ നോക്കി, പറ്റൂല നമ്മളെ കൊണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ലങ്സ് എല്ലാം കൊളാപ്സായി ചത്തു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങോട്ടത് വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ എയർ കളഞ്ഞു. അപ്പോൾ അതിന് ശേഷവും ഉള്ളിൽ എന്ത് ശേഷിക്കുന്നുണ്ട്? ഇവിടെ ഇത്രയും ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ എഴുതാം കേട്ടോ. ഇവിടെ എത്ര? ഇവിടെ 2500 മുതൽ 3000 വരെ അല്ലേ? ഇത് 500 ml. ഇതെത്ര? 1000 മുതൽ 1000, ഇത്രയും ഭാഗം 1000 മുതൽ 1100 വരെ അല്ലേ? ഇനി ഈ റെസിഡ്യൂവൽ വോളിയം എത്ര ഉണ്ട്? റെസിഡ്യൂവൽ വോളിയം എത്ര? 1100 മുതൽ 1200 വരെ ഉണ്ട്. ഇത് കേട്ടോ എത്രയാണ്? 1100 മുതൽ 1200 വരെ. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വരച്ച് വെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കപ്പാസിറ്റി നോക്കാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് കൂട്ടണം കേട്ടോ. എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടൈഡൽ വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒറ്റ വലി വലിച്ചു. അതിൽ എന്തുണ്ടാവും? ഈ പറഞ്ഞ 500 ml ടൈഡൽ വോളിയം ഉണ്ടാവും, ഈ പറഞ്ഞ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും ഉണ്ടാവും 2500 മുതൽ 3000 ml. Am I right? അല്ലേ? ഇതാണ് എന്ത്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഒരു പേഴ്സണ് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കപ്പാസിറ്റി. അപ്പോൾ ഈ ടേമും വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ തിരിഞ്ഞു പോകാൻ പാടില്ല. ഇത് നോർമൽ ആയിട്ടിരിക്കുന്ന മനുഷ്യൻ എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റും ആ കപ്പാസിറ്റിയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റിയിലേക്ക് വരാം, അതിനാണ് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇതിനകത്തുനിന്ന് ടൈഡൽ വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ എന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി? അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നോക്കാം. ആദ്യം നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് പഠിച്ചു, എക്സ്പിറേറ്ററി റിസർവ് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻസ്പിറേറ്ററി എന്ത് കപ്പാസിറ്റി പഠിക്കണം. അപ്പോൾ എന്താണ്? ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടി. അപ്പോൾ എക്സ്പിറേറ്ററി കപ്പാസിറ്റി നോക്കുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഫുള്ള് പുറത്ത് കളയാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്ത്? ബോത്ത് ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. റെസിഡ്യൂവൽ വോളിയം പുറത്ത് കളയാൻ പറ്റത്തില്ല എന്തായാലും, അറിയാലോ. അത് നമ്മൾ എത്ര പുറത്ത് കളയാൻ പോകാത്ത എയറാണ്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. എത്ര കപ്പാസിറ്റി പഠിച്ചു? നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പഠിച്ചു, എക്സ്പിറേറ്ററി കപ്പാസിറ്റി പഠിച്ചു, റെസിഡ്യൂവൽ വോളിയം എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം മനസ്സിലാക്കി, എക്സ്പിറേറ്ററി റിസർവ് വോളിയം മനസ്സിലാക്കി, ടൈഡൽ വോളിയം മനസ്സിലാക്കി അല്ലേ?
ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക കേട്ടോ, സംശയം ഒന്നുകൂടെ കേൾക്കാം, അപ്പം ആ സംശയങ്ങൾ മാറി കിട്ടും. ഇനി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് നോക്കാം. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി നമ്മൾ ഫങ്ഷണൽ നോർമലി നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ ഇതിൽ ഫോഴ്സ്ഫുൾ ഒന്നുമില്ല. എന്താണ്? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലെങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. അത്രയേ ഉള്ളൂ. എന്താണ് ഫങ്ഷണൽ? അതായത് നമ്മൾ ഫങ്ഷണൽ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബ്രീത്തിങ് ആയിട്ട് ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനുള്ള എക്സ്പ്രഷൻ ഒന്നുമില്ല, നമ്മൾ നോർമൽ ഇരിക്കുന്നു. അതായത് ഈ ടൈഡൽ വോളി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. മുകളിൽ പോയി 500 പുറത്ത് വന്നു, 500 പോയി, അങ്ങ് 500 വന്നു, 500 പോയി, അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം എത്ര വോളിയം ഉണ്ടായിരിക്കും? അതാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ വോളിയം അല്ലേ, ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി അല്ലേ. അപ്പോൾ നോക്കാം, ഇത് എന്തൊക്കെയുണ്ട്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം വരും, റെസിഡ്യൂവൽ വോളിയം വരും. അപ്പോൾ എന്തൊക്കെ വരും? ഈ 1000 മുതൽ 1700 വരെ. അതുകൊണ്ട് അതിനോടൊപ്പം ഇതും കൂടി കൂട്ടണം, റെസിഡ്യൂവൽ വോളിയം കൂട്ടണം. ഇത്രയും ഭാഗമാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടോ കൂട്ടി കഴിഞ്ഞാൽ കാര്യം കിട്ടും. ഓക്കെ. അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി നേരത്തെ പറഞ്ഞു, തിരിഞ്ഞു പോകരുത്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി വൈറ്റൽ കപ്പാസിറ്റി തിരിഞ്ഞു പോകരുത്. നോക്കാം. ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. നോക്കാം, ഇവിടെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ നിൽക്കുന്നത് അല്ലേ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പ്രഷൻ ആകുമ്പോഴത്തേക്കും ഇത്രയും പോയി, പുറത്ത് പോയി. അപ്പോൾ ദാ ഇത്രയും താഴെ വന്നു. ഇനി ഞാൻ വലിക്കാണ്, വലിച്ചു കയറ്റി, ദാ ഇത്രയും വന്നു. അപ്പോൾ നോക്കാം, ദാ ഇത്രയും ഭാഗം എത്ര? റെസിഡ്യൂവൽ വോളിയം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗമാണ് വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ ടോട്ടൽ ലെങ് കപ്പാസിറ്റിയിൽ നിന്നും ലെങ്സിന്റെ ടോട്ടൽ കപ്പാസിറ്റിയിൽ നിന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് റെസിഡ്യൂവൽ വോളിയം അല്ലേ. പുറത്ത് കളയാനേ പറ്റത്തില്ല. 1000, 1200, 1200 അല്ലേ, പുറത്ത് കളയാനേ പറ്റത്തില്ല. അപ്പോൾ ആ കപ്പാസിറ്റി പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി. നമ്മുടെ മുങ്ങാൻ കുഴിയിടുന്ന വിദഗ്ധന്മാർക്കെല്ലാം വൈറ്റൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ? നമുക്ക് നോർമലി ഒരു 500 ml പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കാം അല്ലേ. അപ്പോൾ നോക്കുക, നമ്മൾ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ കഴിഞ്ഞു, അപ്പോഴത്തേക്ക് എത്ര നമുക്ക് അഡീഷണൽ ആയിട്ട് 1000, 1 ലിറ്റർ കൂടെ അധികം എടുക്കാൻ പറ്റും. അത് രണ്ട് ഇൻസ്പിറേഷനിൽ പോകുന്ന അത്രയും അല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം പിന്നെ എന്താണ് എക്സ്പിറേറ്ററി റിസർവ് കൂട്ടുമ്പോഴത്തേക്ക് പിന്നെ മൊത്തം ഒരു 5 അല്ലെങ്കിൽ 6 ഇൻസ്പിറേഷനിൽ വരുന്ന. അപ്പോൾ 2ഉം 6ഉം 2ഉം 8, പിന്നെ ഒരു നോർമൽ ടൈഡൽ വോളിയം 500 9 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈറ്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് പിടിച്ചിട്ട് ആൾക്കാർ മുങ്ങാൻ കുഴിയൊക്കെ ഇട്ട് പോകുന്നത് അല്ലേ. ഇങ്ങനെ വലിച്ച് എത്ര നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്? ചിലർക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റ് അല്ലേ മാക്സിമം. ഞാൻ ഒരു 100 വരെയൊക്കെ എണ്ണാറുണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട്. 100 വരെ പോലെ ചിലപ്പോൾ 70 വരെയൊക്കെ പോകും. അപ്പോൾ അതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉൾപ്പെടുന്നുണ്ട്, ടൈഡൽ വോളിയം ഉൾപ്പെടുന്നുണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉൾപ്പെടുന്നുണ്ട്. ഉൾപ്പെടാത്ത എന്താണ്? റെസിഡ്യൂവൽ വോളിയം. റെസിഡ്യൂവൽ ആണ് ഇത്. റെസിഡ്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി ഇതാ ടോട്ടൽ ലെങ് കപ്പാസിറ്റി നോക്കാം. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റ് ഇൻ ദ ലെങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ വലിച്ചു വെച്ചേക്കാണ്. വലിച്ചു വെച്ചേക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ റെസിഡ്യൂവൽ വോളിയം കൂടെ കൂട്ടിയിട്ടാണെന്ന് വരുന്നത് ടോട്ടൽ ലെങ് കപ്പാസിറ്റി വരുന്നത്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്? വൈറ്റൽ കപ്പാസിറ്റിയോടൊപ്പം റെസിഡ്യൂവൽ വോളിയം കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ലെങ് കപ്പാസിറ്റി, ലെങ്സിന്റെ ടോട്ടൽ കപ്പാസിറ്റി കിട്ടി. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റ് ഇൻ ദ ലെങ്സ്. ഇൻസ്പയർ ചെയ്തതിനെ അല്ല പറയുന്നത്, വലിച്ചെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത്. എന്താണ്? നമ്മുടെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കഴിയുമ്പോൾ എത്രത്തോളം അകത്ത് ഉണ്ടോ, എത്രത്തോളം അകത്ത് ഉണ്ട്, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. എത്രത്തോളം വലിച്ചെടുത്തു എന്നുള്ളതല്ല, എത്രത്തോളം ഉണ്ട്, അതാണ് എന്ത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ്സ് എന്താണ്? റെസിഡ്യൂവൽ വോളിയം ഉൾപ്പെടും, എക്സ്പിറേഷൻ റിസർവ് ഉൾപ്പെടും, ടൈഡൽ വോളിയം ഉൾപ്പെടും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉൾപ്പെടും അല്ലേ. അപ്പോൾ അതാണ് വൈറ്റൽ കപ്പാസിറ്റിയോടൊപ്പം റെസിഡ്യൂവൽ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി? ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം, തിരിച്ചു നോക്കാം. ഇതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? റെസിഡ്യൂവൽ ഉൾപ്പെടുന്നുണ്ട്, എക്സ്പിറേറ്ററി റിസർവ് ഉൾപ്പെടുന്നുണ്ട്, ടൈഡൽ വോളിയം ഉൾപ്പെടുന്നുണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? നമുക്ക് മാക്സിമം അകത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നത് അല്ലേ. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? എക്സ്പിറേറ്ററി റിസർവ് ഉൾപ്പെടുന്നുണ്ട്, ടൈഡൽ വോളിയം ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ ഇൻസ്പിറേറ്ററി റിസർവ് ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്താണ്? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലെങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ അല്ലേ. ഇത്രയും ഭാഗമാണ്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എക്സ്പിറേറ്ററി റിസർവ് വോളിയവും റെസിഡ്യൂവൽ വോളിയം ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കാം.
ഇത് കേട്ടാൽ കാര്യം മനസ്സിലാകുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരണമെങ്കിൽ ഈ ഗ്രാഫ് കൃത്യമായിട്ട് വരച്ചിട്ട് ഓരോന്നിലും എത്ര വോളിയം വരും, എത്രയാണ് അതിൻ്റെ ml എത്രയാണ് അളവ് വരുന്നത്, അതും കൂടെ എഴുതി നിങ്ങൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങൾ മാറിപ്പോകത്തില്ല. ഈ പേരുകൾ തമ്മിൽ മാറിപ്പോവോ. വൈറ്റൽ കപ്പാസിറ്റി. എന്താ വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി കൂടിയ ആൾക്കാർക്ക് നീന്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി ടോട്ടൽ കപ്പാസിറ്റിയാണ്. മനസ്സിലായില്ലേ? അതിനകത്ത് ഇതും കൂടെ ഉൾപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഫങ്ഷണൽ റെസിഡ്യൂ വോളിയം അത് ഓർത്ത് വയ്ക്കാൻ ഹിൻഡ് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഹിൻഡായിട്ട് ഓർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വെൻ ഡസ് ഇൻസ്പിറേഷൻ ഒക്കർ എന്നാണ് ചോദ്യം വരുന്നത്. വെൻ ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഉത്തരം ഏതാണ്? എ ആണ്. ഇൻട്രാ പൾമണറി പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവായിരിക്കുന്ന സമയത്താണ് എന്ത് ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത് അല്ലേ? അതുപോലെ വിച്ച് മസിൽ ഹെൽപ്പ് ഇൻ ജനറേറ്റ് പ്രഷർ ഗ്രേഡിയന്റ് ഫോർ ബ്രീത്തിങ്? ഏതൊക്കെയാണ്? ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് എന്ത് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അല്ലേ? ഉത്തരം എ ആണ്. അതുപോലെ വാട്ട് ഈസ് ദ ആവറേജ് ബ്രീത്തിങ് റേറ്റ് ഓഫ് എ ഹെൽത്തി ഹ്യൂമൻ? എത്രയാണ്? 12 മുതൽ 16 പ്രാവശ്യം അല്ലേ? ഒരു മിനിറ്റിൽ 12 to 16 ടൈംസ് പെർ മിനിറ്റ് ആണ് എൻ്റെ ഉത്തരം വരുന്നത്. അതുപോലെ വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ബ്രീത്തിങ്? ഏതാണ്? സ്പൈറോമീറ്റർ. നമുക്കറിയാം, പഠിച്ചതാണ് അല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സ്പൈറോമീറ്റർ? എന്താണ് വരുന്നത്? മെഷറിംഗ് ലങ് കപ്പാസിറ്റി അല്ലേ? അതുപോലെ what happens to intrapulmonary pressure during expiration? Intrapulmonary pressure എന്ത് സംഭവിക്കുന്നുണ്ട്? എക്സ്പിറേഷൻ സമയത്ത് സംഭവിക്കുന്നത് it increases to greater than the atmospheric pressure അല്ലേ? എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഇൻട്രാപൾമണറി പ്രഷർ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എക്സ്പിറേഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. അതുപോലെ what is the primary factor that drives air into lungs during inspiration? Negative intrapulmonary pressure compared to atmospheric pressure. അതാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി ഫാക്ടർ അതാണ് അല്ലേ? അല്ലാതെ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആണോ, കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ അതെല്ലാം ഉണ്ട്. പക്ഷേ പ്രൈമറി ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് നെഗറ്റീവ് ഇൻട്രാ പൾമണറി പ്രഷർ ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? അതുപോലെ വാട്ട് ഈസ് ടൈഡൽ വോളിയം? എന്താണ്? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. അതുപോലെ ഹൗ മച്ച് എയർ ക്യാൻ എ ഹെൽത്തി പേഴ്സൺ ഇൻസ്പയർ ഓർ എക്സ്പയർ പെർ മിനിറ്റ്? എത്ര ml വരുന്നുണ്ട്? ഒരു മിനിറ്റിൽ 12 മുതൽ 16 പോലും. അപ്പോൾ എത്രയാണ്? 6000 ml to 8000 ml ഒറ്റ അടിക്കുമ്പോൾ മുകളിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ വാട്ട് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? IRV. എന്താണ് വരുന്നത്? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ ദാറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് എന്താ ടൈഡൽ വോളിയം അല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ ആവറേജ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഓഫ് എ ഹെൽത്തി ഇൻഡിവിജ്വൽ? എന്താ വരുന്നത്? 2500 മുതൽ 3000 ml. അതുപോലെ വാട്ട് ഈസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അഡീഷണൽ എയർ വോളിയം ഓഫ് എയർ ആണ്. എന്താണ്? അഡീഷണൽ ആണ്. വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ബൈ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ അല്ല എന്താ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, എന്താണ്? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. സാധാരണ നമ്മൾ അഡീഷണൽ ആണ് പറയുന്നത്. അഡീഷണൽ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ടൈഡൽ വോളിയം കയറി വരും അല്ലേ? യെസ്, വെരി ഗുഡ്. അതുപോലെ വാട്ട് ഈസ് ദ ആവറേജ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഓഫ് ഫോർ എ ഹെൽത്തി ഇൻഡിവിജ്വൽ? എത്രയാണ് വരുന്നത്? 1000 മുതൽ 1100 ml ആണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ വാട്ട് ഈസ് റെസിഡിയൽ വോളിയം? എന്താണ്? RV. റെസിഡിയൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് അതാണോ? റെസിഡിയൽ വോളിയം അല്ലേ? റെസിഡിയൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. റെസിഡിയൽ വോളിയം എന്താണ്? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അതുപോലെ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ആവറേജ് റെസിഡിയൽ വോളിയം? എന്താ? 1100 മുതൽ 1200 ml ആണ് എന്ത് വരുന്നത്? റെസിഡിയൽ വോളിയം വരുന്നത് അല്ലേ? അതുപോലെ വാട്ട് ഡസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഇൻക്ലൂഡ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്തൊക്കെ വരും? എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? ടൈഡൽ വോളിയം വരും. അതോടൊപ്പം എന്ത് വരും? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും അല്ലേ? അതുപോലെ എന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി? എന്താ വരുന്നത്? എക്സ്പിറേറ്ററി കപ്പാസിറ്റി പുറത്ത് കളയാൻ പറ്റുന്നത് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പറ. ടൈഡൽ വോളിയം വരും, എക്സ്പിറേറ്ററി റിസർവ് വോളിയവും വരും അല്ലേ? അതുപോലെ വാട്ട് ഡസ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി? FRC. അതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം അല്ലേ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയാണോ ഉള്ളിലുള്ളത് അതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. അതുപോലെ വാട്ട് ഈസ് വൈറ്റൽ കപ്പാസിറ്റി? VC. എന്താ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. എത്രത്തോളം എയർ വലിച്ചെടുക്കാൻ പറ്റുമോ? ഫുൾ എയർ പുറത്ത് വേണ്ടി എത്രത്തോളം എയർ വലിച്ചെടുക്കുമ്പോൾ അത് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണ് അതിനകത്തുള്ള
റെസിഡറി വോളിയം ഉൾപ്പെടുമ്പോൾ എന്താ ഈ ടോട്ടൽ ലങ് കപ്പാസിറ്റി നോക്കാം. വിച്ച് റെസ്പിറേറ്ററി വോളിയം ആർ ഇൻക്ലൂഡ് ഇൻ വൈറ്റൽ കപ്പാസിറ്റി? എന്തൊക്കെ വരുന്നുണ്ട്? ടൈഡൽ വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചേർന്നാണ് ഇത് വരുന്നത്. അതുപോലെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണ്? ടോട്ടൽ വോളിയം എയർ അക്കോമഡേറ്റ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. അത് തന്നെയാണ് വരുന്നത് ടോട്ടൽ ലങ് കപ്പാസിറ്റി. എത്ര എയർ ഉള്ളിലുണ്ടോ, എത്ര വലിച്ചെടുത്തു എന്നുള്ളതല്ല, എത്ര എയർ ഉള്ളിലുണ്ടോ, മാക്സിമം നമ്മൾ ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്ര ഉള്ളിലുണ്ടോ അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ 12 മുതൽ 16 പെർ മിനിറ്റ്. അതുപോലെ ഓരോന്നിൻ്റെ വോളിയം 500 ml മറന്നു പോകരുത്, ടൈഡൽ വോളിയം കേട്ടോ. അപ്പോൾ ഈ വോളിയംസ് ഒന്നും മറന്നു പോകരുത്. അത് ഓരോ സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് മറന്നു പോകരുത്. ഓരോ കപ്പാസിറ്റി എത്രയാണെന്ന് മറന്നു പോകരുത്. അതിനെല്ലാം കൂടി ഒരൊറ്റ കാര്യം, നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് മനസ്സിലാകുന്നില്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടെ കണ്ടീഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രാഫ് വരയ്ക്കുക, ഓരോന്നും അടയാളപ്പെടുത്തുക, എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ ഈ ഭാഗത്തുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കേണ്ടതില്ല ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ്. താങ്ക് യു ആൾ.